നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള മീനടേൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതും. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാളയും കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ക്രഷ് ചെയ്തത്, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഗരം മസാല, പെപ്പർ പൗഡർ, ഇത്രയേ ഉള്ളൂ നമ്മൾ മസാല കേട്ടോ. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു മൈദ ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കണേ. മൈദയും ഉപ്പും വെള്ളവും അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതിന് സ്ഥിരമായിട്ട് ഇന്നൊരു പേരൊന്നും ഇല്ല കേട്ടോ. ഇത് മീനാണെങ്കിൽ മീനട, ചിക്കൻ ആണെങ്കിൽ ചിക്കനട, ബീഫാണെങ്കിൽ ബീഫട. ഞാനും ബീഫാണ് എടുത്തുന്നേ ഉള്ളൂ. ഇതാ ദോശ ചുട്ട് അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ആ ഭാഗത്താണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അടേൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കുക. തീർന്നിട്ടില്ല, ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ടേ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാട്ടോ. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് അടയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇഫ്താറിന് ഇതന്നെ ആയിക്കോട്ടെ.